മഹാദേവൻ നെറ്റിയിൽ അണിഞ്ഞിരിക്കുന്ന 3 സമാന്തര ഭസ്മരേഖകളാണ് ത്രിപുണ്ഡ്രകം. ത്രിത്വത്തിന്റെ സത്തയാണത്. അതുപോലെ തന്നെ മഹേശ്വരൻ തന്റെ നെറ്റിയിൽ തിലകം കൊണ്ട് എല്ലാത്തിന്റെയും സത്തയെയും നിലനിർത്തിയിരിക്കുന്നു. ശിവമന്ത്രം ജപിച്ച് ഭസ്മം ധരിക്കുന്നതിലൂടെ ആശ്രമധർമ്മങ്ങളുടെ പരിമിതികളിൽ നിന്നും പുറത്തുവരുന്നു. ശിവനിൽ മാത്രം ഭക്തനായതിനാൽ അദ്ദേഹത്തെ ശിവാശ്രമി എന്നും വിളിക്കുന്നു. ഭസ്മം എന്നാൽ സ്വയം വൃദ്ധിപ്പെടുന്നതാണ്. അത് ബഹുമാനിക്കപ്പെടേണ്ടതും ആരാധിക്കപ്പെടേണ്ടതുമാണ്. ഭസ്മം 3 തരമെന്ന് ശിവപുരാണം പറയുന്നു. ഭസ്മം ഉരുത്തിരിയുന്ന അഗ്നി, സാധാരണ അഗ്നി, വേദാഗ്നി, ശിവ അഗ്നി, ഇങ്ങനെ 3 തരത്തിലാണ്. സാധാരണ അഗ്നിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചാരം, ചെളി, മരം, ലോഹങ്ങൾ എന്നിവ കൊണ്ടുള്ള വസ്തുക്കൾ ശുദ്ധീകരിക്കുന്നതിനും ധാന്യങ്ങൾ പോലും ശുദ്ധീകരിക്കുന്നതിനും ഉപയോഗിക്കാം. നായ്ക്കൾ മുതലായവയാൽ മലിനമാക്കപ്പെട്ട വസ്തുക്കളും ഭസ്മം ആവശ്യത്തിനനുസരിച്ച് വെള്ളത്തോടൊപ്പമോ അല്ലാതെയോ ഉപയോഗിച്ച് ശുദ്ധീകരിക്കാം. വേദാചാരങ്ങൾക്ക് ഉപയോഗിച്ച അഗ്നിയിൽ നിന്നുള്ള ഭസ്മമാണ്. ആ പൂജ തന്നെയാണ് ഭസ്മത്തിന്റെ രൂപം സ്വീകരിച്ചിരിക്കുന്നതായി കരുതപ്പെടുന്നത്. അതിനാൽ ഭസ്മം പുരട്ടുന്നത് സ്വന്തം ആത്മാവിന്റെ പുണ്യകർമ്മം സാക്ഷീകരിക്കുന്നതിന് തുല്യമാണ്. മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഭസ്മം ശുദ്ധീകരിക്കപ്പെടുന്നതിനാൽ ചടങ്ങുകളുടെ അവസാനം ഇവ നെറ്റിയിൽ പുരട്ടണം. അഘോരന്റെ ആത്മമന്ത്രം ആവർത്തിച്ച് ബില്വമരത്തിന്റെ ചില്ലകൾ കത്തിച്ചുണ്ടായ അഗ്നിയെ ശിവാഗ്നി എന്ന് വിളിക്കുന്നു. അതിൽ നിന്നും ലഭിക്കുന്ന ഭസ്മത്തെ ശിവാഗ്നിജ എന്നറിയപ്പെടുന്നു.